എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 6-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രാജ്യത്തെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഏറെ സന്തോഷം പകരുന്ന പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ വരികയാണ്. സ്ത്രീകൾക്ക് ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി വായ്പയും ഇൻഷുറൻസ് പരിരക്ഷയും അടക്കം നൽകാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കി. ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. എല്ലാ വർഷവും സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ നീക്കം. ക്രെഡിറ്റ് കാർഡുകളും വായ്പകളും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതികളുമാകും ബജറ്റിൽ പ്രഖ്യാപിക്കുക. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. ഗ്രാമീണ സംരംഭങ്ങൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കാൻ കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ച ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ നടപ്പിലാക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണ്. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ജൻ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ഇൻഷുറൻസ് പ്ലാനുകളും കവറേജുകളും വർദ്ധിപ്പിക്കും. ഉയർന്ന ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകാനും സർക്കാർ ആലോചനയുണ്ട്. നീതി ആയോഗ് നൽകിയ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവർത്തനരഹിതമായ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിനുള്ള പദ്ധതികളാണ് നീതി ആയോഗ് നിർദ്ദേശിച്ചത്. ഇതിന്റെ ഭാഗമായാണ് PMJDY അക്കൗണ്ടുകളിലൂടെ ഉടമകൾക്ക് ക്രെഡിറ്റ് കാർഡുകളും ഇൻഷുറൻസ് പരിരക്ഷയും നൽകാനുള്ള നീക്കം. രാജ്യത്തിന്റെ ഡിജിറ്റൽ സാമ്പത്തികാവസ്ഥയെ ശക്തിപ്പെടുത്താൻ PMJDY അക്കൗണ്ടുകളിലൂടെ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുകളും വായ്പയും ലഭ്യമാക്കി സാമ്പത്തിക സാക്ഷരത വളർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് നീതി ആയോഗിന്റെ നിലപാടിൽ വ്യക്തമാക്കുന്നു. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എല്ലാവർക്കും സാമ്പത്തിക സേവനം ഉറപ്പുവരുത്തുന്നത് എന്ന് PMJDY സ്കീമുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നത് എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ അർഹരായിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും അറിയിച്ചു. 2ാം LDF സർക്കാർ വന്നതിന് ശേഷം 58,487 മഞ്ഞ AAY കാർഡുകളും 5,45,358 പിങ്ക് PHH കാർഡുകളും അടക്കം 6,03,845 മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തു എന്ന് മന്ത്രി വ്യക്തമാക്കി. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയപ്പോൾ മുൻഗണനാ കാർഡിൽ നിന്നും 1 ലക്ഷം പേർ ഒഴിവായി. ഇതിലേക്ക് അർഹതയുണ്ട് എന്ന് കണ്ടെത്തിയ 56,937 SC, 2,046 ST, ശേഷിക്കുന്നവ പൊതുവിഭാഗം, നീല വെള്ള കാർഡുകൾ എന്നിവയിലെ അർഹതയുള്ളവർക്ക് നൽകും. ഇതിനായി 15 മുതൽ വീണ്ടും ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കും എന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. നിലവിൽ ഡിസംബർ 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. നിലവിൽ ലഭിച്ച 39,682 അപേക്ഷയിൽ അർഹതയുള്ളവർക്ക് 15 മുമ്പ് കാർഡ് PHH പിങ്ക് കാർഡ് നൽകുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാർ സാർവത്രിക റേഷൻ നിർത്തലാക്കിയതോടുകൂടി കേരളത്തിലെ 43% വരുന്ന മുൻഗണനാ റേഷൻ കാർഡുള്ള ആളുകൾക്ക്, അതായത് 1,54,80,040 ആളുകൾക്ക് മാത്രമാണ് റേഷൻ ലഭിക്കുന്നത്. 152 റേഷൻ കടകൾ കൂടി ഉടൻ സ്റ്റോർ ആക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഈ മാസം വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് 2 കിലോ വീതം ആട്ട വാങ്ങാമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. 1ാം ക്ലാസ് പ്രവേശന പ്രായം 5-ൽ നിന്നും 6 ആക്കണമെന്ന മാനദണ്ഡം ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളമടക്കമുള്ള 6 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കത്തയച്ചു. 6 വയസ്സിലാകണം 1ാം ക്ലാസ് പ്രവേശനം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശമെന്നും വ്യക്തമാക്കി. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി, ഛത്തീസ്ഗഡ് ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിനകം തന്നെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷനും നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ മാർച്ച് ആദ്യ ആഴ്ചയിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. SIR നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ കലക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും യോഗം ഓൺലൈനായി ചേർന്നു. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ADGPയും യോഗത്തിൽ പങ്കുചേർന്നു.
ഓരോ ജില്ലയിലെയും ബൂത്ത് എണ്ണം അനുസരിച്ച് നിയോഗിക്കേണ്ട ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ജീവനക്കാരുടെയും എണ്ണം, മറ്റു സൗകര്യങ്ങൾ, സാങ്കേതിക ക്രമീകരണങ്ങൾ, ഓരോ ജില്ലകളിലെയും പൊതുസ്ഥിതി വിലയിരുത്തൽ എന്നിവയായിരുന്നു സുപ്രധാനമായിട്ടുള്ള അജണ്ട. കേരളമടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ഈ മാസം 5-ന് ഡൽഹിയിലും നടക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. നിയമസഭാ ഇലക്ഷനിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. ഇനി 2 മാസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. ജനുവരി മാസം 5 ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആദ്യ ആഴ്ചയിൽ തന്നെ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷനായി പിന്നെ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ തന്നെ ഉണ്ടാകും. ഈ മാസം 29-നാണ് സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2ാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ബജറ്റിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000-ലേക്ക് എത്തിച്ചത്. ഇനി 500 രൂപ കൂടി കൂട്ടി സർക്കാരിന്റെ വാഗ്ദാനമായ 2500-ലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ഈ മാസത്തെ പെൻഷൻ, അതായത് ജനുവരി മാസത്തെ പെൻഷൻ ജനുവരി 20-ന് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത്. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, പ്രവാസി ക്ഷേമ പെൻഷൻ ഇവരുടെ ദുരിതം തുടരുകയാണ്. പ്രവാസി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുമെന്ന് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പെൻഷൻ കൂട്ടിയപ്പോൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ക്രിസ്മസ് സമയത്ത് പോലും 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക 1600 വീതം 3600 മാത്രമാണ് ലഭിച്ചത്. അതല്ലാതെ ക്രിസ്മസ് സമയത്ത് ലഭിച്ചില്ല. നവംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞതാണ് ഡിസംബർ ആദ്യ ആഴ്ചയിൽ വിതരണം ചെയ്തത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചിട്ടില്ല. ഇനിയും 17 മാസത്തിലധികം കുടിശ്ശികയാണ് ഉള്ളത്. ഇതേ അവസ്ഥയിലേക്ക് തന്നെ പ്രവാസി പെൻഷൻ പോകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. എന്തായാലും ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയെല്ലാം നിയമസഭാ ഇലക്ഷന് മുമ്പ് കൊടുത്തു തീർക്കും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അടുത്ത പെൻഷൻ വിതരണം ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 20-ന് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ്. 25-ഓടുകൂടി എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, 200 രൂപ, 300 രൂപ, 500 രൂപ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസത്തെ തുക ഒരുപാട് താമസിച്ചാണ് ലഭിച്ചത്. അപ്പോൾ ആ ഒരു രീതി ഈ മാസം ജനുവരി മാസത്തിൽ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതെല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടാത്ത ആളുകൾ തദ്ദേശ സ്ഥാപന പെൻഷൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം. അവിടെ ആധാറിന്റെ കോപ്പി നൽകണമെങ്കിൽ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. സ്വർണ്ണവില വീണ്ടും 1 ലക്ഷത്തിന് മുകളിലെത്തി. ഇന്ന് ഗ്രാമിന് 145 രൂപ കൂടി 12,595 രൂപയും പവന് 1160 രൂപ കൂടി 1,760 രൂപയിലും എത്തി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ